ആടാ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിയെന്നേ. ഹോസ്പിറ്റലിൽ പോകാൻ ആംബുലൻസ് വിളിച്ചു, കാണുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഒരു പിസയ്ക്ക് ഓർഡർ ചെയ്തു. അവൻ 5 മിനിറ്റ് കൊണ്ട് കറക്റ്റ് എത്തി. പിന്നെ അവൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി ക്ലാസ് എടുത്ത് തിരിച്ചു വന്നു. ഞാൻ വിളിക്കാടാ ദിനേശേട്ടാ. ആ ഇതുണ്ട്. സുഖം. ഓക്കെ അമ്പലത്തിലൊന്നും കാണുന്നില്ല. ഞാനൊക്കെ ഇറങ്ങിണ്ടേ, നമ്മൾ കാണാറില്ലെന്നുള്ളൂ. ഓക്കെ 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 അതെ. ശരി. ആ എന്താ ദിനേശേട്ടാ? ഇതൊന്നും നോക്കിയേ, എന്തേ? നോക്ക് ഇതൊന്നും ഇപ്പഴത്തെ നോക്കേ. ആ അപ്പൊ ഇതിലല്ല, അപ്പൊ വേറെ ഏതോ ഷൂല, ഏതൊരു ഷൂല് പാമ്പുണ്ടെന്ന് പറഞ്ഞു. പാമ്പാ? ആ പാമ്പ്. പാമ്പണി കടിക്കില്ല ദിനേശേട്ടാ എന്നെ? കടിക്കലല്ല പാമ്പിന്റെ ജോലി. പാമ്പിനെ നമ്മൾ പ്രകോപിച്ചാൽ മാത്രമേ പാമ്പ് കടിക്കുള്ളൂ. അവിടെ വെറുതെ വന്ന ഒരാളും പാമ്പ് ഉപദ്രവിക്കില്ല. എൻ്റെ ഭാര്യ വീടിൻ്റെ അവിടെ ഒരു വൈദ്യരുണ്ട്. ആള് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറങ്ങിക്കും. വിഷം തീണ്ടി കഴിഞ്ഞാല് പാമ്പല്ല പരമശിമ വന്നാലും ആ വിഷം തിരിച്ചെടുക്കാൻ പറ്റില്ല. മനസ്സിലായ? ചേട്ടാ നിങ്ങളെ കുടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങളല്ല, ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ. അയാളുടെ ഓരോ വർത്തമാനങ്ങളെ നമ്മൾ ഓരോന്നും മറക്കാൻ നോക്കുക. അപ്പൊ അയാൾ ഓരോന്ന് ഓർമ്മപ്പെടുത്തുക. അല്ല സനോജ് ഭായ്, കഴിഞ്ഞ കൊല്ലം ന്യൂ ഇയറിന് നന്നായി, ഈ കൊല്ലം നന്നാവണം. വേണം വേണം. ചില സാങ്കേതിക കാരണങ്ങളാല് ഞാൻ ഈ കൊല്ലം നന്നാവണില്ല. ഞാൻ അടുത്ത കൊല്ലം നന്നാവുള്ളൂ. അതെന്താ? എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് നന്നായ നമ്മളെ ഏറ്റവും വലിയ വരുമാനം മദ്യം ലോട്ടറി ടിക്കറ്റ് അല്ലേ. മദ്യം അടിക്കുമ്പോഴല്ലോ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ തോന്നുന്നത്. എല്ലാവരും നന്നായി കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നഷ്ടമല്ലേ. ഞാൻ അടുത്ത കൊല്ലം നന്നാവുള്ളൂ. അത് നന്നായി. ഞാൻ അമ്പലത്തിൽ വിടല. ദിനേശൻ വരണ്ട? ഇല്ല, നോക്കോ. ആ ദിനേശേട്ടാ. അയ്യോ, എന്താ ദൈവമേ, എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായില്ല. വളരെ സന്തോഷം. എന്ത് മനുഷ്യനത്?